പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. അമേരിക്കയിൽ വാഹന ഇറക്കുമതിക്ക് 25% തീരുവ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ്. ആഭ്യന്തര ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഈ നീക്കം ഇന്ത്യൻ വാഹന വ്യവസായത്തിന് തിരിച്ചടിയാകും. യുഎസിലേക്കുള്ള വാഹനങ്ങൾക്കും സ്പെയർ പാർട്സിനും ഇറക്കുമതിക്ക് 25% തീരുവ ചുമത്തി. പുതിയ നികുതി നിരക്ക് ഏപ്രിൽ 2 മുതൽ പ്രാബല്യത്തിൽ വരും. സ്പെയർ പാർട്സുകൾക്കുള്ള പുതിയ തീരുവ മെയ് മുതലായിരിക്കും. യുഎസിലെ കാർ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന നടപടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് പുതിയ തീരുവ പ്രഖ്യാപിച്ചത്. നടപടി യുഎസിൽ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. കാറുകൾക്ക് മാത്രമല്ല, യുഎസിൽ അസംബിൾ ചെയ്യുന്നതിനായി രാജ്യങ്ങളിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന കാർ ഭാഗങ്ങൾക്കും ഈ ഉത്തരവ് ബാധകമാകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. താരിഫ് വർധന വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന വാദം ഉയരുന്നുണ്ട്. നടപടി വാഹന വിപണിയിൽ വിലക്കയറ്റത്തിനിടയാക്കും. രാജ്യങ്ങളുമായുള്ള ബന്ധവും വഷളാക്കിയേക്കും. താരിഫ് ഏർപ്പെടുത്തുന്നതോടെ ടാറ്റ മോട്ടോഴ്സ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വാഹന വ്യവസായത്തിനും പ്രതിസന്ധി സൃഷ്ടിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പെരുന്നാളിന് നാട്ടിലേക്ക് മടങ്ങുന്ന ഒമാൻ പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കുറച്ചു. റംസാനിലെ അവസാന ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് 3 ഇരട്ടി വരെ ഉയർന്നിരുന്ന സ്ഥാനത്താണ് ഈ കുറവ്. മാർച്ച് 29-ന് എയർ ഇന്ത്യ എക്സ്പ്രസിൽ മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 53 റിയാലും മാർച്ച് 30-ന് 40 റിയാലിനും ടിക്കറ്റ് ലഭ്യമാണ്. കൊച്ചിയിലേക്ക് മാർച്ച് 29-ന് 53 റിയാലിനും 30-ന് 44 റിയാലുമാണ് നിരക്ക്. തിരുവനന്തപുരത്തേക്ക് മാർച്ച് 29-ന് 73 റിയാൽ കൊടുക്കണം. 30-ന് 53 റിയാലാണ് നിരക്ക്. ടിക്കറ്റ് നിരക്ക് കുറവാണെങ്കിലും ഏപ്രിൽ ആദ്യവാരം സ്കൂൾ തുറക്കുന്നതോടെ നാട്ടിലേക്ക് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞെന്ന് ട്രാവൽ ഏജന്റുമാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യക്കാരായ ബ്ലൂ കോളർ ജീവനക്കാർക്ക് ലൈഫ് ഇൻഷുറൻസ് നൽകാൻ ദുബായ് നാഷണൽ കമ്പനിയുമായി ഇന്ത്യൻ കോൺസുലേറ്റ് ധാരണയായി. കമ്പനികളിലെ മുഴുവൻ സമയ ജീവനക്കാർക്കാണ് ഇൻഷുറൻസിന് ചേരാൻ അർഹത. 33,000 ദിർഹത്തിന്റെ പരിരക്ഷ ജീവനക്കാർക്ക് ലഭിക്കും. 32 ദിർഹമാണ് പ്രീമിയം. കമ്പനികളെയും ഇൻഷുറൻസ് സ്ഥാപനത്തെയും തമ്മിൽ സഹകരിപ്പിക്കുന്ന ദൗത്യമാണ് കോൺസുലേറ്റ് ചെയ്യുന്നത്. കമ്പനികളാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. കമ്പനികളിലെ മുഴുവൻ സമയ ജീവനക്കാർക്കാണ് ഇൻഷുറൻസിൽ ചേരാൻ അർഹതയുള്ളത്. 18 മുതൽ 69 വയസ്സ് വരെയുള്ളവർക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ. കുറഞ്ഞത് 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ ചേരാം. 12 മാസത്തേക്കാണ് കാലാവധി. UAE റെസിഡൻസി വിസയുള്ളവർക്ക് ലോകത്തെവിടെയും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠനത്തിനായി കൂടുതലും ജർമ്മനി തിരഞ്ഞെടുക്കുന്നു. 2030 ആകുമ്പോഴേക്കും 1 ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ജർമ്മനി ആതിഥേയത്വം വഹിക്കുമെന്നാണ് പ്രതീക്ഷ. അക്കാദമിക് ഓഫറുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവിത നിലവാരത്തിന്റെയും കാര്യത്തിൽ ജർമ്മനി മുന്നിലാണ്. അതിനാൽ ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠനത്തിനായി ജർമ്മനി തിരഞ്ഞെടുക്കുന്നു. 2030 ആകുമ്പോഴേക്കും 1,14,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ജർമ്മനി ആതിഥേയത്വം വഹിക്കുമെന്നാണ് പ്രതീക്ഷ. ലീപ് സ്കോളർ ഡാറ്റ പ്രകാരം ജർമ്മനിയിലെ 60% ഇന്ത്യൻ വിദ്യാർത്ഥികളും എഞ്ചിനീയറിംഗ്, സാങ്കേതികവിദ്യ എന്നിവയിൽ ബിരുദം നേടുന്നു. നിയമനം, മാനേജ്മെന്റ്, സാമൂഹിക ശാസ്ത്രം, ഗണിതം, പ്രകൃതിശാസ്ത്രം, മാനവികത, കൃഷി, വാസ്തുവിദ്യ എന്നിവയാണ് പ്രചാരം നേടുന്ന മറ്റ് മേഖലകൾ. ജർമ്മനിയിൽ പൗരത്വ നിയമങ്ങളിൽ ഇളവ് വരുത്തിയതും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തരം താമസിക്കാനും ജോലി ചെയ്യാനും എളുപ്പമാക്കുന്നു. മറ്റ് മിക്ക രാജ്യങ്ങളെ അപേക്ഷിച്ച് 2 വർഷത്തിനുള്ളിൽ സ്ഥിരതാമസം സാധ്യമാണ്. ഏകദേശം 50% അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും പഠനം പൂർത്തിയാക്കിയതിനു ശേഷവും ജർമ്മനിയിൽ തന്നെ തുടരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ ഗ്രേറ്റ് ഓൺലൈൻ സെയിൽ ആരംഭിച്ചു. പ്രമുഖ ബ്രാൻഡുകൾക്ക് 95% വരെ കിഴിവ്. ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ഷോപ്പിംഗ് ഫെസ്റ്റിവലായ ഗ്രേറ്റ് ഓൺലൈൻ സെയിലിന്റെ 3ാം പതിപ്പ് ആരംഭിച്ചു. 4 ദിവസത്തെ വിൽപ്പന മാർച്ച് 30-ന് അവസാനിക്കും. ഉപഭോക്താക്കൾക്ക് 95% വരെ കിഴിവുകളും പ്രമുഖ റീറ്റെയിൽ ഓൺലൈൻ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരു അധിക ദിവസത്തെ ലാഭവും വാഗ്ദാനം ചെയ്യുന്നു. ഈ വർഷത്തെ ഒരു പുതിയ ഇമ്മേഴ്സീവ് വെർച്വൽ ഷോപ്പിംഗ് അനുഭവവും വിൽപ്പനയിൽ ഉൾപ്പെടുന്നു. ഫാഷൻ, ഇലക്ട്രോണിക്സ്, ബ്യൂട്ടി, ഹോംവെയർ തുടങ്ങിയവ ഈ വിൽപ്പനയിൽ ഉൾപ്പെടുന്നു. ആമസോൺ, ബേബി ഷോപ്പ്, ഡമാസ്, ഡ്യൂൺ ലണ്ടൻ, SCT, ഇമാക്സ്, ഹോം സെന്റർ എന്നിവ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.